ശോശാമേ. ബാബു, ക്ഷീണമൊക്കെ മാറിയോ? ശരീരത്തിന്റെ ക്ഷീണം മാറി വരുന്നു, മനസ്സിന്റെ ക്ഷീണം ഏറി വരികയാണ്. ഭയന്നതുകൊണ്ടായിരിക്കും മനസ്സിന് ക്ഷീണം. അല്ല, പിന്നെ ആറ്റിലെ നീർച്ചുഴിയിൽ നിന്ന് ബാബു എന്നെ രക്ഷിച്ചു. അപ്പോൾ മുതൽ മറ്റൊരു ചുഴിയിൽ ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും രക്ഷിക്കും? ആറ്റിന്റെ കയത്തിൽ നിന്ന് ആർക്കും എന്നെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ മുങ്ങിയിരിക്കുന്ന സ്നേഹത്തിന്റെ കയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ബാബുവിന് മാത്രമേ കഴിയൂ. ശോശാമേ, ഞാനൊരു ദരിദ്രനാണ്. ഒരു പാവപ്പെട്ട ഡ്രോയിങ് മാസ്റ്ററുടെ മകനാണ്. ദാരിദ്ര്യവും പ്രതാപവും സ്നേഹത്തിന് തടസ്സമാവില്ല ബാബു. പരീക്ഷണത്തിന് ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ ശോശാമയെ സ്നേഹിക്കും. ബാബു, ഈ സമ്മാനം സ്വീകരിക്കൂ. ഒരു സ്ത്രീ ചുഴിയിൽ മുങ്ങിപ്പോകുന്നതാണ് ചിത്രം. ഓഹോ, എത്ര മനോഹരമായിരിക്കുന്നു. ഇതിന് പ്രതിഫലം എന്താണ് തരേണ്ടത്? ബാബു, തൽക്കാലം ഇതിരിക്കട്ടെ. അന്നക്കുട്ടി, വരൂ. ഇതാ നിങ്ങളുടെ ചില്ലുപൊട്ടിപ്പോയ പടം. ഞാൻ പോകുന്നു. അന്നക്കുട്ടി, അന്നക്കുട്ടി, അന്നക്കുട്ടിയോ? എന്താ പതിവില്ലാതെ? ഇരിക്കൂ. അന്നക്കുട്ടി എന്താണെന്നും മിണ്ടാത്തെ? എന്താ അവളുടെ മുഖത്തിനൊരു ഭാവപ്പകർച്ച? എന്താ അന്നക്കുട്ടി, കാര്യം പറയൂ. ബാബു എന്നോട് പിണങ്ങിയാണോ? ഞാനോ? ഞാൻ അന്നക്കുട്ടിയോട് ഒരിക്കലും പിണങ്ങില്ല. എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. കാര്യമില്ലാതെ കരയുന്നതേ രോഗമോ? ശോശാമ്മയുടെ സ്നേഹമാണോ? ആ, ശോശാമ്മയോട് സ്നേഹമാണ്. അപ്പോ എന്നെ ഇഷ്ടമല്ലേ? ശോശാമ്മയോട് സ്നേഹമാണെന്ന് വെച്ച് എനിക്ക് എന്റെ മേരിക്കുട്ടിയോടും ലൂസിയോടുള്ള സ്നേഹം കുറയും. അതുപോലെ നിന്നോടുള്ള സ്നേഹം കുറയില്ല. പക്ഷെങ്കില് അന്നക്കുട്ടിക്ക് കല്യാണം വേണ്ടെന്നും പറഞ്ഞ് ഒരേ പിടിവാശിയാണ്. ഞാൻ പെറ്റതല്ലേ മോനെ. പറയാവുന്നിടത്തോളം പറഞ്ഞു നോക്കി. അവക്ക് മടത്തിൽ പോണമെന്നും പറഞ്ഞിരിക്കുക. 2 ദിവസമായി മോനെ. അവൾ ആഹാരം കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് കരച്ചിലോട് കരച്ചില്. സാറാമുച്ചടുത്ത് വീട്ടിലേക്ക് പോയട്ടെ, ഞാൻ വരാം. അന്നക്കുട്ടിയോട് ഞാൻ പറഞ്ഞു നോക്കട്ടെ. മോൻ പറഞ്ഞല്ലോ അവൾ അനുസരിക്കും. അന്നക്കുട്ടി, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താണ് കാരണം? പെട്ടെന്നല്ല, കഴിഞ്ഞ ദിവസം ബാബുച്ചേട്ടന്റെ മുറിയിൽ വന്ന് സംസാരിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ്. ജീവിത അവസാനം വരെ കർത്താവിന്റെ മണവാട്ടിയായി ജീവിക്കണമെന്ന്. കർത്താവിന്റെ മണവാട്ടി? നിനക്കതിനുള്ള യോഗ്യതയില്ല. എന്തുകൊണ്ട്? എന്റെ മണവാട്ടിയാകാൻ ആഗ്രഹിച്ചോണ്ട് തന്നെ. അന്നക്കുട്ടി, ജീവിതത്തിൽ നിരാശ തോന്നിയവർക്ക് ഒളിച്ചിരിക്കാനുള്ള മുഖംമൂടിയല്ല കന്യകാസ്ത്രീയുടെ വേഷം. ആത്മാവിൽ സ്വയം തോന്നി വേണം കന്യാസ്ത്രീയാകാൻ. ബാബുവിന്റെ മുന്നിൽ കാഴ്ചവെക്കാൻ തയ്യാറായിരുന്ന കന്യകാത്വം കർത്താവിന് കൊടുത്തു കളയാന്ന് വിചാരിക്കുന്നത് ത്യാഗമാണോ അന്നക്കുട്ടി? നിന്റെ ഹൃദയവികാരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിന്നെ പ്രേമിക്കാനോ താലി കെട്ടാനോ ഞാൻ ആഗ്രഹിച്ചില്ല. നീ എന്നെ എന്റെ സഹോദരിയായിരിക്കും. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ബാബുച്ചേട്ടാ, ഞാൻ എന്ത് വേണം പറയൂ ബാബുച്ചേട്ടാ. നീ സബാഷിന്റെ മണവാട്ടിയാണ്. നിനക്കും നിന്റെ കുടുംബത്തിനും അതാണ് നല്ലത്. ഒരു പണക്കാരന്റെ ഭാര്യയായിരുന്നാൽ ഒട്ടേറെ പാവങ്ങളെ സഹായിക്കാൻ സാധിക്കും. അന്നക്കുട്ടി, എന്ത്? നീ എന്ത് പറയുന്നു? പറയൂ, ഞാനാണ് ചോദിക്കുന്നത്. ചേട്ടൻ പറയുന്നത് ഞാൻ അനുസരിക്കാം. ചേർത്തി, എന്നാ ചേർത്തി, സബാഷിന് വാക്ക് കൊടുത്താൽ നമുക്ക് ഇവളുടെ വിവാഹം ഉടൻ തന്നെ നടത്തണം.